ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തിട്ടില്ല. മെയിനായിട്ടും 2 ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് പോയി നോക്കാവേ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ഞാനിവിടെ 2 മധുരക്കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ 2 മധുരക്കിഴങ്ങിനെ നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഇവിടെ വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇവിടുത്തെ മധുരക്കിഴങ്ങ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഉള്ളിലൊരു മഞ്ഞ കളറാണ്. നാട്ടിലത്തെ ആണെങ്കിൽ ഒരു വെള്ള പോലത്തെ കളറല്ലേ, ഇതിവിടെ നമ്മളെ ക്യാരറ്റൊക്കെ പോലത്തെ ഒരു മഞ്ഞ കളറാണ്. പിന്നെ ഞാനിതിവിടെ മുറിച്ച് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിനെ ഇവിടെ ഇനി കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ ആവിയിലാണെങ്കിലും വേണമെങ്കിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് ഞാനിതിനെ ഒരു കുക്കറിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കുക്കർ ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒറ്റ വിസിൽ കേൾക്കുന്നിടം വരെയാണ് ഇതിനെ വേവിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മുടെ വൺ ഓഫ് ദ സൂപ്പർ ഫുഡാണ്. അതുകൊണ്ട് നമ്മുടെ സ്നാക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു വിസിലൊക്കെ വന്ന് നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊരു ഫോർക്ക് വെച്ചിട്ടാണ് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിനെ ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ബൗളിലേക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട, സ്വീറ്റ് പൊട്ടാറ്റോയുടെ നാച്ചുറൽ ഷുഗർ മതിയെങ്കിൽ പഞ്ചസാര ഇടണമെന്നില്ല. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മൾ പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം. ഈ മധുരക്കിഴങ്ങിൻ്റെ വാട്ടർ കണ്ടന്റ് അനുസരിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറേശ്ശെ ആയിട്ട് ഏകദേശം 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട് കുറേശ്ശെ കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തേക്കുന്നത് കേട്ടോ. കുഴച്ച് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് വേണം നമ്മളിത് എടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് അനുസരിച്ച് പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് സമയം എടുത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം മാവെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഞാൻ വെളുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ശരിക്കും അതിൻ്റെ മുകളിൽ കാണുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് കയ്യിലൊരു ശകലം എണ്ണ ഒന്ന് തൂത്തിട്ട് വേണം നമുക്കിതിനെ ഒന്ന് ഈ മാവിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ചെറിയ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ ചെറിയ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഒരു 2 പ്ലേറ്റിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ച് വെളുത്ത എള്ളി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ തിരിച്ചും മറിച്ചും ഒന്ന് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ എള്ളൊന്ന് 2 സൈഡിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വളരെ കുറച്ച് അളവിൽ മാത്രമേ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് വീതം എണ്ണയിലേക്ക് വെച്ച് കൊടുത്ത് ഇനി ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റൗവിൻ്റെ തീ വളരെ കുറച്ച് വേണം ഇപ്പോൾ വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഇതിൻ്റെ 2 സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാനിതിൻ്റെ എല്ലാം കൂടെ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. ഇത് നമ്മളെല്ലാം 2ാമത്തെ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ പോലെ തന്നെ അടുത്ത സൈഡ് നമുക്കൊന്ന് ആ ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ ദേ നമ്മൾ രണ്ടാമത്തെ സൈഡും നന്നായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ ഏകദേശം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ ഞാൻ ഒന്നും കൂടെ ഇപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഞാൻ വെച്ച് കൊടുത്ത് ഒന്നും കൂടെ അതിനെ മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ആ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റ് എല്ലാം നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ സ്നാക്കൊക്കെ നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിനെ ഒന്ന് കോരി മാറ്റി വയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ സ്നാക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്ക് എല്ലാം ഇവിടെ റെഡിയായി ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അകത്താണെങ്കിൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതിനെ ഒരെണ്ണത്തിനെ എടുത്തൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പുറത്ത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുമുണ്ട്, അകം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേ നോക്കിയേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. Have a nice day.